സേറ, എക്സാം എങ്ങനെയുണ്ടായിരുന്നു? വീട്ടിലേക്ക് നടക്കുന്നതിനിടയിൽ മിത്ര സംശയത്തോടെ അവളോട് ചോദിച്ചു. ആ, എന്തൊക്കെയോ എഴുതിക്കൂട്ടി വെച്ചിട്ടുണ്ട്. ഇനി റിസൾട്ട് വരുമ്പോൾ അറിയാം, അവൾ ലാഘവത്തോടെ പറഞ്ഞുകൊണ്ട് നടന്നു. സേറ, സപ്ലി വന്നാൽ നിന്നെ വീട്ടിൽ കയറ്റുമോ? എന്നെ എൻ്റെ അമ്മ വീട്ടിൽ നിന്ന് അടിച്ചിറക്കി വിടുമെന്നാണ് തോന്നുന്നത്. മിത്ര ചിരിച്ചുകൊണ്ട് പറഞ്ഞിട്ട് സേറയുടെ മുഖത്തേക്ക് നോക്കി. എന്നാൽ അവൾ അതൊന്നും ശ്രദ്ധിക്കാതെ മറ്റെന്തോ ചിന്തയിൽ നടക്കുകയായിരുന്നു. സേറ, അവൾ ശ്രദ്ധിക്കാഞ്ഞതും മിത്ര അവളുടെ തോളിൽ തട്ടിക്കൊണ്ട് വിളിച്ചു. എന്താടി? എന്തോ ആലോചനയിലായിരുന്നു അവൾ. ഞെട്ടിക്കൊണ്ട് അവളോട് ചോദിച്ചു. നീ ഇത് ഏത് ലോകത്താ സേറ? ഞാൻ പറഞ്ഞത് വല്ലതും നീ കേട്ടോ? അവൾ കുറച്ച് ദേഷ്യത്തോട് ചോദിച്ചു. മിത്ര, ഇച്ചായൻ ഇന്ന് ഇറങ്ങുമ്പോൾ എന്നെ കാണാൻ വരുമോ? അതോ അവരോടൊക്കെയുള്ള ദേഷ്യം ഇച്ചായൻ എന്നോടും കാണുമോ? അവൾ കണ്ണുകൾ നിറച്ച് ചോദിച്ചു. അറിയില്ല. ക്രിസ്റ്റിച്ചായൻ പോയതിനു ശേഷം ഗിരിയേട്ടൻ പോലും നിന്നോടോ എന്നോടോ മിണ്ടാറില്ലല്ലോ. നമ്മളെയൊക്കെ ദേഷ്യത്തോടെ നോക്കുന്ന അല്ലാതെ ഗിരിയേട്ടൻ നമ്മളോട് ഇന്ന് വരെ സംസാരിച്ചിട്ടില്ല. ഗിരിയേട്ടന് വരെ നിന്നോട് ദേഷ്യമായ സ്ഥിതിക്ക് ക്രിസ്റ്റിച്ചായന് അവൾ ബാക്കി പറയാതെ നിർത്തി. ഞാൻ ആ കുടുംബത്തിലെ ആയിപ്പോയില്ലേ മിത്ര. അപ്പോൾ അവർക്കൊക്കെ എന്നോട് ദേഷ്യമായിരിക്കും. പക്ഷെ എനിക്കൊരു കാര്യം ഉറപ്പാ, ഇച്ചായൻ്റെ മനസ്സിൽ ആ പഴയ സേറ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇച്ചായൻ എന്നെ കാണാൻ വരും. നിന്നോട് ഞാനൊരു സത്യം പറയട്ടെ, ഇന്ന് ഇച്ചായൻ ഇറങ്ങുമെന്ന് ഇന്നലെ വീട്ടിൽ വലിയോപ്പ പറഞ്ഞത് കേട്ടപ്പോൾ മുതൽ എൻ്റെ മനസ്സിൽ ഇച്ചായൻ മാത്രമേ ഉള്ളൂ മിത്ര. ഇച്ചായൻ ഇപ്പോൾ എങ്ങനെയായിരിക്കും ഇരിക്കുന്നത്? ഇച്ചായൻ ഇന്നിറങ്ങുമ്പോൾ എന്നെ കാണാൻ വരുമോ? എന്നോട് എങ്ങനെയായിരിക്കും സംസാരിക്കുന്നത് എന്നൊക്കെയുള്ള ചിന്തകളായിരുന്നു ഇന്നലെ രാത്രി മുതൽ ഇന്ന് ഈ നിമിഷം വരെയും. അതുകൊണ്ട് ഞാൻ ഇന്നലെ ഒന്നും പഠിച്ചില്ല, ഇന്നൊന്നും എഴുതിയിട്ടുമില്ല. എങ്ങനെയെങ്കിലും ആ പരീക്ഷാ ഹാളിൽ നിന്നും ഒന്ന് ഇറങ്ങിയാൽ മതിയെന്നായിരുന്നു എൻ്റെ ചിന്ത. അവൾ വിഷമത്തോടെ പറഞ്ഞു നിർത്തിയതും ഒരു കാറ് വന്ന് അവരുടെ മുൻപിലേക്ക് നിർത്തി. അവർ സംശയത്തോടെ കാറിലേക്ക് നോക്കി. കോ ഡ്രൈവർ സീറ്റിൽ നിന്നും ഗിരിയാണ് ആദ്യം ഇറങ്ങിയത്. അവൻ അവിടെ നിന്നും ഇറങ്ങി ഡോർ അടച്ചുകൊണ്ട് അവരെ നോക്കി. സേറ അവനെ നോക്കി ഒരു വരണ്ട പുഞ്ചിരി നൽകി. അവനും തിരികെ ഒന്ന് പുഞ്ചിരിച്ചു. സെറ, ഇങ്ങർക്കെന്താ വട്ടായോ? ഇത്രയും നാൾ നമ്മൾ ചിരിക്കുമ്പോൾ ദേഷ്യത്തോടെ അല്ലായിരുന്നോ ഇയാൾ നമ്മളെ നോക്കുന്നത്? ഇന്നെന്താ ഇയാൾ നമ്മളെ നോക്കി ചിരിക്കുന്നേ? വല്ല പണിയായിട്ടാണോ ഇനി വന്നിരിക്കുന്നേ? മിത്ര പതിയെ സേറയ്ക്ക് കേൾക്കാൻ പാകത്തിന് ചോദിച്ചു. അറിയില്ല, നമുക്ക് നോക്കാം. ഇനി ഇച്ചായനായിരിക്കൂടി? സേറ തിരികെ മിത്രയോട് ചോദിച്ചു. അത് ശരിയാ, ഗിരിയേട്ടൻ കോ ഡ്രൈവർ സീറ്റിൽ നിന്നല്ലേ ഇറങ്ങിയത്? അപ്പം ഡ്രൈവർ സീറ്റിൽ ആരാ? മിത്ര സംശയത്തോടെ ഡ്രൈവർ സീറ്റിൻ്റെ അടുത്തേക്ക് നോക്കി. സേറയുടെ ശരീരം വിറച്ചു. നെഞ്ച് ശക്തിയായിട്ട് ഇടിക്കാൻ തുടങ്ങി. ശരീരം തണുത്തു. അവളും ഡ്രൈവർ സീറ്റിലേക്ക് തന്നെ നോക്കി. ആ സൈഡിലെ ഡോർ തുറന്ന് അവൻ പുറത്തേക്ക് ഇറങ്ങിയതും സേറയുടെ നെഞ്ചിടിപ്പ് അവൾക്ക് തന്നെ കേൾക്കാൻ പാകത്തിന് കൂടി. അവൻ അവളുടെ അടുത്തേക്ക് നടന്നു. പഴയ സേറയിൽ നിന്നും അവൾ ഒരുപാട് മാറിയിട്ടുണ്ട്. നല്ല നീളവും വണ്ണവും വെച്ചിട്ടുണ്ട്. പക്ഷെ ആ ചുരുണ്ട മുടിക്ക് മാത്രം ഒരു വ്യത്യാസവും ഇല്ലെന്ന് അവൻ ഓർത്തു. ഒരുപാട് അവളെ കളിയാക്കിയിട്ടുണ്ട് ആ സ്പ്രിങ് പോലുള്ള ചുരുണ്ട മുടി വെച്ചിട്ട്. അതോർക്കവേ അവൻ്റെ ചുണ്ടിൽ പുഞ്ചിരി വിരിഞ്ഞു. പക്ഷെ പെട്ടെന്ന് അത് മാഞ്ഞു പോവുകയും ചെയ്തിരുന്നു. അവൻ അവളുടെ മുൻപിൽ വന്നു നിന്ന് മുണ്ടൊന്ന് മടക്കി കുത്തി അവളുടെ മുഖത്തേക്ക് നോക്കിയതും അവളും കണ്ണെടുക്കാതെ അവനെ തന്നെ നോക്കി. എന്നെ മനസ്സിലായോ? അവൻ കൈകൾ മാറിൽ കെട്ടി അവളെ നോക്കി പുരികം പൊക്കി ചോദിച്ചു. അവൾ സംശയത്തോടെ നോക്കി. ക്രിസ്റ്റി ജെയിംസ്. ഓ സോറി, അങ്ങനെ പറഞ്ഞാൽ നിനക്ക് അറിയില്ലായിരിക്കും. നിന്റെ കുടുംബക്കാരുടെ ഭാഷയിൽ തന്നെ പറയാം. എവിടുന്നോ വലിഞ്ഞു കയറി വന്ന താൻ തോന്നി ചെക്കൻ. അവൻ പുച്ഛച്ചിരിയോടെ പറഞ്ഞതും അവൾ ദയനീയമായി അവനെ നോക്കി. ഇച്ചായ, അവൾ കണ്ണുകൾ നിറച്ചുകൊണ്ട് വിളിച്ചതും അവൻ കൈകൾ ഉയർത്തി അവളെ തടഞ്ഞിരുന്നു. കൂടുതൽ ചോദിക്കാനും പറയാനും ഒന്നുമില്ല. ഒരൊറ്റ ചോദ്യം മാത്രമേ ഉള്ളൂ. നിനക്കെന്നോട് ആ പഴയ സ്നേഹമുണ്ടോ? എൻ്റെ ഭാര്യയാകാൻ നിനക്ക് സമ്മതമാണോ? നിനക്ക് സമ്മതമാണെങ്കിൽ ഇന്ന് നിന്റെ കഴുത്തിൽ ഞാൻ മിന്നു കെട്ടും. പിന്നെ ഒരു കാര്യം കൂടി തുറന്നു പറയാം, അത് നിന്റെ വീട്ടുകാരോടുള്ള എൻ്റെ വാശിയാണ്. അവൻ ദേഷ്യത്തോടെ പറഞ്ഞു. അപ്പോൾ അവരോടുള്ള വാശിക്ക് മാത്രമാണോ ഇച്ചാൻ എൻ്റെ കഴുത്തിൽ മിന്നു കെട്ടുന്നത്? അവൾ കണ്ണുകൾ നിറച്ച് സംശയത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി ചോദിച്ചതും അവൻ അവളെ നോക്കാതെ തിരിഞ്ഞു നിന്നു. പറഞ്ഞല്ലോ, എനിക്ക് അവരോട് തീർത്താൽ തീരാത്ത ദേഷ്യമുണ്ട്. അവരെ തോൽപ്പിക്കാൻ എനിക്ക് നിന്നെ സ്വന്തമാക്കിയേ പറ്റുള്ളൂ എന്ന് കരുതി അത് മറച്ചു വെച്ച് നിന്നെ വിവാഹം ചെയ്യാനൊന്നും എനിക്ക് താല്പര്യമില്ല. അതുകൊണ്ടാണ് ഓപ്പണായിട്ട് നിന്നോട് തന്നെ അത് പറഞ്ഞത്. പിന്നെ ഒരു കാര്യം കൂടി, അവൻ പറഞ്ഞതും അവൾ വീണ്ടും അവനെ നോക്കി. ഇന്ന് നിന്റെ കഴുത്തിൽ ഞാൻ മിന്നി കെട്ടിയില്ലെങ്കിൽ ഇനി ഒരിക്കലും നീ അത് എന്നിൽ നിന്നും ആഗ്രഹിക്കരുത്. ഇത് നിന്റെ ആദ്യത്തെയും അവസാനത്തെയും ചാൻസാണ്. അവൻ തിരിഞ്ഞു നിന്ന് അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞതും അവൾ കണ്ണുകൾ നിറച്ചുകൊണ്ട് അവനെ നോക്കി. നിനക്ക് ഞാൻ 10 മിനിറ്റ് സമയം തരും. അതിനുള്ളിൽ നീ എനിക്ക് ഉത്തരം തരണം. ഒന്നുകിൽ നീ ഇവിടുന്ന് പോകുന്നത് ആ കുടുംബത്തിലെ സേറ ഫ്രാൻസിസ് ആയിട്ടായിരിക്കും, അതല്ലെങ്കിൽ സേറ ക്രിസ്റ്റി ആയിട്ടായിരിക്കും. ഇതിലൊരെണ്ണം നീ ഇന്നിപ്പോൾ ഈ നിമിഷത്തിൽ തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ മറ്റു ഓപ്ഷൻ പിന്നെ ആലോചിക്കുക പോലും ചെയ്യരുത്. നീ തീരുമാനിക്കുക. അവൻ പറഞ്ഞുകൊണ്ട് കൈകൾ മാറിൽ കെട്ടി കാറിൻ്റെ ബോണറ്റിലേക്ക് ചാരി നിന്നു. മിത്ര അവളുടെ അടുത്തേക്ക് നീങ്ങി നിന്നുകൊണ്ട് അവളോടെന്തോ പറയാനായിട്ട് തുടങ്ങിയതും ക്രിസ്റ്റി ദേഷ്യത്തോടെ അവളെ നോക്കി. അവൾ ക്രിസ്റ്റിയെ നോക്കി ഒരു വളിച്ച ചിരി ചിരിച്ചു കാണിച്ചു. അവളുടെ ഇനിയുള്ള ജീവിതം അത് അവൾ തീരുമാനിക്കട്ടെ, ആരുടെ അഭിപ്രായം വേണ്ട. ക്രിസ്റ്റി മിത്രയെ നോക്കി പറഞ്ഞതും അവൾ തലയാട്ടിക്കൊണ്ട് ഒന്നും മിണ്ടില്ലെന്ന് വാ പൊത്തി കാണിച്ചു. അവൾ എന്ത് തീരുമാനമാണ് എടുക്കുന്നതെന്ന് ക്രിസ്റ്റിക്ക് നല്ല ബോധ്യമുണ്ടായിരുന്നു. അവൻ്റെ കണ്ണുകൾ അവളുടെ മുഖത്ത് മാത്രമായിരുന്നു. ഗിരിയും മിത്രയും അവൾ ഏത് ഓപ്ഷൻ തിരഞ്ഞെടുക്കുക എന്നുള്ള കൺഫ്യൂഷനിൽ അവളെ തന്നെ നോക്കിക്കൊണ്ടും നിൽക്കുകയായിരുന്നു.
10-5 മിനിറ്റ് കഴിഞ്ഞു സേറ. അവൻ ചിരിച്ചുകൊണ്ട് കയ്യിലെ വാച്ചിൽ നോക്കിക്കൊണ്ട് പറഞ്ഞു. അത് കേട്ട് അവൾ കണ്ണുകൾ ഉയർത്തി അവനെ നോക്കി. തീരുമാനിച്ചോ? അവൻ അവളുടെ മുഖത്തേക്ക് തന്നെ നോക്കിക്കൊണ്ട് ചോദിച്ചതും അവൾ തലയാട്ടി. എന്താ നിന്റെ തീരുമാനം? അവൻ പുരികമൊക്കെ പൊക്കി അവളുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു. എനിക്ക് ഇച്ചായൻ്റെ സേറ ആയാൽ മതി. അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി തിരികെ പറഞ്ഞതും അവൻ ചിരിച്ചു. മിത്രയും ഗിരിയും വായും തുറന്ന് അവളെ തന്നെ നോക്കി നിന്നു. ഉറപ്പാണല്ലോ അല്ലേ? അവൻ ചിരിച്ചുകൊണ്ട് ഒന്നുകൂടി ചോദിച്ചതും അവൾ ആണെന്ന് തലയാട്ടി. രണ്ടാമത്തെ കാര്യം സ്വയം സമ്മതിച്ച സ്ഥിതിക്ക് ആദ്യത്തത് പൂർണ്ണമായിട്ട് നീ മറന്നിരിക്കണം. അവൻ പറഞ്ഞതും അവൾ സംശയത്തോടെ നോക്കി. അതായത് നീ എൻ്റെ ഭാര്യയാകാൻ സമ്മതിച്ച സ്ഥിതിക്ക് നിന്റെ അപ്പനെയും അമ്മയും കുടുംബത്തിലുള്ള എല്ലാവരെയും നീ മറന്നിരിക്കണം. എന്താ സമ്മതമാണോ? അവൻ ചോദിച്ചതും അവൾ വീണ്ടും തലയാട്ടി. എങ്കിൽ വന്ന് വണ്ടി കയറ്. അവൻ പറഞ്ഞതും അവൾ അവനെ നോക്കി. ഇന്ന് മുതൽ നീ എൻ്റെ കൂടെയാ. ഇന്ന് നിന്റെ കഴുത്തിൽ ഞാൻ മിന്നു കെട്ടും. അവൻ ചിരിച്ചുകൊണ്ട് അവളെ നോക്കി പറഞ്ഞു. ക്രിസ്റ്റി, എന്താ ഇതൊക്കെ? ഗിരി സംശയത്തോടെ അവനോട് ചോദിച്ചു. ഇന്ന് ഞങ്ങളുടെ വിവാഹമാണ്, ഉച്ച കഴിഞ്ഞ്. അവൻ ചിരിയോടെ പറഞ്ഞു. സർ, നീ എന്തായി കാണിക്കുന്നേ? എല്ലാം ആലോചിച്ചിട്ട് തന്നെയാണോ നീ? ഇടി, ക്രിസ്റ്റിച്ചയും വാശിക്കാൻ നിന്റെ വിവാഹം ചെയ്യാന്ന് പറയുന്നത്? മിത്ര അവളുടെ അടുത്തേക്ക് ചെന്ന് നിന്നുകൊണ്ട് പറഞ്ഞു. മിത്ര, ഞാൻ എൻ്റെ ഇച്ചായനെ എന്നെ മനസ്സിലാക്കിയതുപോലെ ആരും മനസ്സിലാക്കില്ല. എനിക്കറിയാം ആ മനസ്സ് മുഴുവൻ ഞാനാണെന്ന്. എന്നെ സ്വന്തമാക്കാൻ ഇച്ചായൻ പറയുന്നതാ ഇതൊക്കെ. ആ മനസ്സും ആ കണ്ണിലെ നോട്ടം വരെയും എനിക്ക് മനസ്സിലാകും. സേറ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. നീ എന്താലോചിച്ചായി പറയുന്നേ? നിന്റെ പപ്പമാരും മമ്മിമാരും ഒക്കെ അറിഞ്ഞാൽ എന്താ ഉണ്ടാകാമെന്ന് നിനക്കറിയോ? മിത്ര അവളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് ചോദിച്ചു. മിത്ര, എനിക്ക് എൻ്റെ വലിയപ്പച്ചൻ്റെയും അമ്മച്ചിയുടെയും അനുഗ്രഹം ഉണ്ടാവും. അവരൊരുപാട് ആഗ്രഹിച്ച കാര്യമായത്. ഞങ്ങളെ മുകളിലിരുന്ന് അവർ പൂർണ്ണ മനസ്സാൽ അംഗീകരിക്കും. എനിക്കത് മാത്രം മതി. പിന്നെ ഇച്ചായൻ തെറ്റുകാരനും കൊലപാതകനും അല്ലെന്ന് എനിക്ക് തെളിയിക്കണം. അതിന് എനിക്ക് എൻ്റെ ഇച്ചായൻ്റെ കൂടെ പോയാലേ പറ്റുള്ളൂ. ഞാൻ ഇച്ചായൻ്റെ കൂടെ പോകാൻ തീരുമാനിച്ചു. എനിക്ക് എൻ്റെ ഇച്ചായൻ്റെ സേറ ആയാൽ മതി മിത്ര. ഇത്രയും വർഷം ഞാൻ എൻ്റെ ഇച്ചായന് വേണ്ടി കാത്തിരുന്നത് നിനക്കും അറിയാവുന്ന കാര്യമല്ലേ? ആ വീട്ടിൽ ഇച്ചായൻ തെറ്റുകാരനല്ലെന്നും അത് ചെയ്തിട്ടില്ലെന്നും വിശ്വസിച്ച ഒരേ ഒരാൾ ഞാനല്ലേ മിത്ര. മറ്റാരോട് ഇത് പറഞ്ഞാലും അവരാരും വിശ്വസിക്കാൻ പോകുന്നില്ല. അവൾ പുഞ്ചിരിച്ചുകൊണ്ട് മിത്രയോട് പറഞ്ഞു. എന്നാലും സേറ, ഒന്നുകൂടി ഒന്ന് ആലോചിച്ചിട്ട് ഇനിയൊന്നും ആലോചിക്കാനില്ല. ഇച്ചായൻ്റെ മിന്നെ ഏറ്റുവാങ്ങാൻ ഞാൻ തയ്യാറായി കഴിഞ്ഞു. സേറ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ഹലോ, എന്താ അവിടെ? അവളുടെ മനസ്സ് മാറ്റാൻ നോക്കുവാണോ? ക്രിസ്റ്റി വിരൽ ഞൊടിച്ചുകൊണ്ട് ചോദിച്ചു. ആഹാ, അല്ല. അത് കണ്ട് മിത്ര പേടിച്ചു പറഞ്ഞു. വന്ന് വണ്ടി കയറ്. ക്രിസ്റ്റി സേറയെ നോക്കി പറഞ്ഞതും അവൾ തലയാട്ടി. പിന്നെ മിത്രയുടെ കയ്യിൽ പിടിച്ചു. പോട്ടേടി, കാണാം. അവൾ മിത്രയുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞതും അവളും തലയാട്ടി. നീ എങ്ങനെ പോവും? കൊണ്ടാക്കണോ? ഗിരി മിത്രയെ നോക്കി ചോദിച്ചു. ഞാൻ പോയിക്കോളാം. അവൾ പറഞ്ഞതും അവനൊന്ന് മൂളി. ഗിരി, വണ്ടി എടുക്ക്. ക്രിസ്റ്റി അവൻ്റെ കൈകളിലേക്ക് കീ എറിഞ്ഞു കൊടുത്തുകൊണ്ട് പറഞ്ഞതും അവനത് ക്യാച്ച് ചെയ്ത് പിടിച്ചു. പിന്നെ ഡ്രൈവർ സീറ്റിൻ്റെ അടുത്തേക്ക് നടന്നു. സേറ ബാക്കിലേക്ക് കയറിയതും ക്രിസ്റ്റി ബാക്ക് സീറ്റ് തുറന്നു. പിന്നെ എന്തോ ഓർത്തതുപോലെ തിരിഞ്ഞു. മിത്ര, അവൻ വിളിച്ചതും മിത്ര എന്താണെന്നുള്ള അർത്ഥത്തിൽ അവനെ നോക്കി. സേറ എവിടെ പോയെന്ന് നീ ഇവളുടെ വീട്ടിൽ പറയും? അവൻ ചോദിച്ചതും അവൾ സംശയത്തോടെ നോക്കി. സേറയെ ബലമായിട്ട് ഞാൻ കൊണ്ടുപോയി. അങ്ങനെ വേണം നീ അവിടെ ചെന്ന് പറയാൻ. അല്ലാതെ ഇവൾ എൻ്റെ ഒപ്പം ഇറങ്ങി വന്നതാണെന്ന് നീ പറയരുത്. അങ്ങനെ പറഞ്ഞെന്ന് ഞാൻ അറിഞ്ഞ. അവൻ കൈ ചൂണ്ടി ദേഷ്യത്തോടെ പറഞ്ഞു. ഞാൻ പറയില്ല. അവൾ പേടിച്ചു പറഞ്ഞു. അവനൊന്ന് അമർത്തി മൂളിക്കൊണ്ട് ബാക്കിലേക്ക് കയറി. അവൻ കയറുന്നത് കണ്ടതും അവൾ കുറച്ച് നീങ്ങി മറുസൈഡിലേക്ക് പോയതും അവൻ അവളുടെ ഇടുപ്പിൽ പിടിച്ച് അവളെ അവൻ്റെ അടുത്തേക്ക് നീക്കിയിരുത്തി. അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി. അവൻ അവളുടെ മുഖത്ത് നോക്കാതെ പുറത്തേക്ക് നോക്കുകയാണെങ്കിലും കൈകൾ അവളുടെ ഇടുപ്പിൽ തന്നെയായിരുന്നു. സേറ അവൻ്റെ മുഖത്തേക്ക് നോക്കി ചിരിച്ചു. എന്താടി? അവൻ ദേഷ്യത്തോട് ചോദിച്ചു. ഒന്നുമില്ല. അവൾ പറഞ്ഞുകൊണ്ട് നേരെ നോക്കിയിരുന്നു. അത് കണ്ട് അവൻ ചിരിച്ചു. ആ ചിരി അവൾ കാണാതെ ഇരിക്കാൻ അവൻ കൈകൾ ചുണ്ടിലേക്ക് വെച്ചിട്ട് പുറത്തേക്ക് നോക്കിയിരുന്നു. കള്ളത്തെമ്മാടി, അവൾ പിറുപിറുത്തുകൊണ്ട് തിരിഞ്ഞിരുന്നു.